ആയിട്ട് പഴയ നിയമത്തിലെ ചെറിയ പ്രവചന പുസ്തകങ്ങൾ ഒന്നായ യോന എന്ന പുസ്തകമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോന ദ റൺഅവേ പ്രോഫറ്റ്. യോന ദ റൺഅവേ പ്രോഫറ്റ്. കുറേയേറെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ യോന തന്നെ മറ്റൊരാൾ എഴുതുന്ന രീതിയിൽ എഴുതിയതാണ് ഈ പുസ്തകമെന്ന് വിശ്വസിക്കുന്നു. യോന എന്ന പേരിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. പ്രാവ്. യോന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അനുസരണം കെട്ട ഒരു പ്രവാചകനെന്ന ചിന്ത നമുക്ക് വരാറുണ്ട്. എന്നാൽ ഇസ്രായേലിലെ ഒന്നാമത്തെ വിദേശ മിഷണറി എന്ന നിസ്തുല്യമായ സ്ഥാനം യോനയ്ക്കുണ്ട്. വിദേശ മിഷണറി എന്ന സ്ഥാനം. ഇതൊരു പ്രവചന പുസ്തകമാണെങ്കിലും അത്ഭുതങ്ങൾ നിറഞ്ഞ സംഭവ ബഹുലമായിട്ടുള്ള ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. ഈ പുസ്തകം എഴുതപ്പെടുന്നത് BC 759 വിശ്വസിക്കുന്നു. അതായത് യേശു ജനിക്കുന്നതിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. അത്രയും പഴക്കമുള്ളതാണെങ്കിലും ശക്തമായ ദൈവിക ആലോചനകൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നുണ്ട്. യോന 1:1-2 നമുക്ക് നോക്കാം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ ലഭിച്ച് അത് മനുഷ്യനോട് അറിയിച്ചിരുന്ന, ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യോന. യോന ആ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തു വന്നു. 2 രാജാക്കന്മാർ 14:25 ഗത്ത് ഏഫർകാരനായ അമിത്തായുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. അപ്പം അമിത്തായുടെ മകനായ യോന ദൈവദാസനായിരുന്നു, പ്രവാചകനായിരുന്നു. ഇസ്രായേലിൽ അദ്ദേഹം വിശ്വസ്തയോടെ ദൈവിക ശുശ്രൂഷ ചെയ്ത വ്യക്തിയായിരുന്നു. യോന പ്രവാചകൻ പറഞ്ഞ പ്രവചനങ്ങൾ അക്ഷരം പ്രതി ആ ദേശത്ത് നടന്നിട്ടുമുണ്ട്. പക്ഷെ ഒരു ദിവസം യോനയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അരുളപ്പാട് ലഭിച്ചു. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിൽ ചെല്ലണം, അതിന് വിരോധമായി പ്രസംഗിക്കണം, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമായിരുന്ന അസീറിയയുടെ തലസ്ഥാനമായിരുന്നു മഹാനഗരമായ നിനവെ. ഏകദേശം 96 കിലോമീറ്റർ ചുറ്റളവുള്ള പട്ടണമായിരുന്നു അത്. ടൈഗ്രീസ് നദിയുടെ കിഴക്കേ കരയിൽ സ്ഥിതി ചെയ്തിരുന്നു. നിനവെ നഗരത്തിന് ചുറ്റും 100 അടി ഉയരത്തിലും 40 അടി വണ്ണത്തിലുമുള്ള കൂറ്റൻ മതിൽക്കെട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന റോക്കി എത്ര അടിയാണ്? 6 അടി. 6 അടി 3 ഇഞ്ചാണ് ഇവിടെ ഇരിക്കുന്ന റോക്കി. അങ്ങനെ ഒരു 6 അടിയുള്ള റോക്കിയുടെ തരത്തിലുള്ള ഒരു 16 പേരെ നിർത്തിയാൽ അത്രയും ഉയരമുണ്ടായിരുന്നു ആ മതിലിൻ്റെ ഉയർച്ച. അതുപോലെ തന്നെ 40 അടി വണ്ണം, അത്രയും കൂറ്റൻ മതിൽക്കെട്ട ആണ് ഈ നിനവേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കോട്ടയുടെ സംരക്ഷണത്തിന് വേണ്ടി അതിനു ചുറ്റിലും 150 അടി വീതിയിലും 60 അടി ആഴത്തിലും ഇതിനു ചുറ്റും കിടങ്ങ് ഉണ്ടായിരുന്നു. ഈ മഹാനഗരത്തിലാണ് ദുഷ്ടരായ പാപികളായ 1,20,000-ലധികം ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരുടെ അടുക്കൽ ചെന്ന് പ്രസംഗിക്കുവാനായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന യോനയ്ക്ക് ലഭിച്ചത്. യോന 1:3 നോക്കാം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു, കൂലി കൊടുത്തു, യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. അപ്പോൾ യോനയ്ക്ക് കിട്ടിയ ദൈവിക കൽപ്പനയായിരുന്നു നിനവയിൽ പോയി പ്രസംഗിക്കുക എന്നത്. എന്നാൽ യോനയ്ക്ക് അനുസരിക്കുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുവരെ പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഈ ദൈവദാസന്, പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയാൽ യഹൂദന്മാരുടെ ശത്രുക്കളായിരുന്നു നിനവയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ. അശൂരിലെയും നിനവയിലെ ജനങ്ങളുടെയും ക്രൂരതകൾ, അവർ ചെയ്തിരുന്ന ക്രൂരതകളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഹൂം 3:1 പറയുന്നു, നിനവേക്കെതിരായി പറയുന്ന പ്രവചനമാണ്.
രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ട് പോകുന്നതുമില്ല. അപ്പം അതിക്രൂരന്മാരായിരുന്നു നിനവേക്കാർ. സിംഹങ്ങൾ ക്രൂരതയോടെ മറ്റു മൃഗങ്ങളെ കൊന്ന് വലിച്ചിഴയ്ക്കുന്നത് പോലെ നിനവേക്കാർ മറ്റു രാജ്യങ്ങളോട് ക്രൂരമായിട്ട് ഇടപെട്ടു. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ പാസ്റ്റർ ജോബി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ചില വിഭാഗങ്ങൾ, പ്രത്യേക വിഭാഗങ്ങൾ, ചില രാജ്യങ്ങളിൽ ചിലരെ അതിക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊല്ലുന്നതായിട്ട് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി. ഇതുപോലെ ക്രൂരത ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുക്കലേക്കാണ് ദൈവം പ്രവാചകനെ അയക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇവരുടെ ക്രൂരതകൾ ഇസ്രായേലിലുള്ളവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യോനയുടെ ഉള്ളിലെ ഭയം എന്തായിരുന്നുവെന്ന് യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാം. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായ അനർത്ഥത്തെക്കുറിച്ച് സഹതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം യോനയ്ക്ക് നിനവയിലുള്ള ദുഷ്ടരെ ഇഷ്ടമില്ല. ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായ യോന അവർ നശിച്ചു കാണണം എന്ന് ആഗ്രഹിച്ചു. ദൈവം അവർക്ക് വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് താൻ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിലും യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. എന്താ? അവൻ കരുണയും കൃപയും നിറഞ്ഞവനല്ലോ, മഹാദയയുമുള്ളവൻ. അവൻ കരുണയും കൃപയും നിറഞ്ഞവനല്ലോ, മഹാദയയും ഉള്ളവൻ, മഹാദയയുമുള്ളവൻ. അപ്പം നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണെന്ന് യോനാ പ്രവാചകനും അറിയാം. താൻ പ്രസംഗിക്കുമ്പോൾ ഇവരെങ്ങാനും മാനസാന്തരപ്പെട്ടാൽ ദൈവം അവരോട് ക്ഷമിക്കില്ലേ? തൻ്റെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ട ദൈവം അവരോട് ക്ഷമിക്കില്ലേ? യോനാക്ക് തല കറങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. തൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും ശത്രുക്കളായ ഇത്രയും ക്രൂരന്മാരായവരോട്, ഈ നിനവേക്കാരോടെങ്ങാൻ ഞാൻ പ്രസംഗിച്ച ദൂത് കേട്ട് അവരെങ്ങാൻ മാനസാന്തരപ്പെട്ട് ദൈവമെങ്ങാൻ ക്ഷമിച്ച് ദൈവമെങ്ങാൻ അവരെങ്ങാൻ അനുഗ്രഹിച്ചാലോ? യോനയ്ക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വേണ്ട, ഇനി പ്രവാചക ശുശ്രൂഷയും വേണ്ട, ഒരു ശുശ്രൂഷയും വേണ്ട. യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുവാനായിട്ട് തീരുമാനിച്ചു. യോനയുടെ തീരുമാനത്തിന് യോനയുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1000 മൈൽ കരമാർഗമായിട്ട് സഞ്ചരിച്ചാൽ നിനവയിലെത്താം. പക്ഷെ കരയിൽ നിൽക്കുന്നത് ഇനി സേഫല്ല. കാരണം ദൈവം എങ്ങാനും പിടിച്ചുന്തി നിനവെ കൊണ്ടുപോയിട്ട് പ്രവചിക്കാതിരിക്കാനായിട്ട് പറ്റുകയില്ല. യോന തൻ്റെ സകല ബുദ്ധിയും തൻ്റെ സകല അടവുകളും ഉപയോഗിച്ചു. മിനിസ്ട്രിയിലുള്ള തൻ്റെ സകല ബുദ്ധിയും സകല അടവുകളും യോന ഉപയോഗിച്ചു. യാഫോ എന്ന പോർട്ടിൽ വന്നു. അവിടെ പല സ്ഥലത്തേക്ക് പോകുന്ന കപ്പലുകളുണ്ട്. എന്നാൽ യോന പോകാൻ തിരഞ്ഞെടുത്തത് തർശീശിലേക്ക് പോകുന്ന കപ്പലായിരുന്നു. അതിന് കാരണമുണ്ട്. നിനവേക്ക് പോകേണ്ടത് കിഴക്കോട്ടാണ്, ഈസ്റ്റിലേക്കാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് പടിഞ്ഞാറോട്ട്, വെസ്റ്റിലോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. യോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 550 മൈല് യാത്ര ചെയ്താൽ നിനവയിലേക്കാണ് പോകേണ്ടത്. എങ്ങോട്ട് പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? നിനവയിലേക്ക് പോകാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. യോപ്പയിൽ നിന്ന് 550 മൈൽ അങ്ങോട്ട്. എന്നാൽ യോന എങ്ങോട്ടാണ് പോയത്? 2500 മൈൽ ദൂരെയുള്ള തർശീശ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് യോന പോകുവാനായിട്ട് തീരുമാനമെടുത്തത്. യോന അവിടെ ചെന്നു, കൂലി കൊടുത്തു, ടിക്കറ്റ് എടുത്തു, തർശീശിലേക്ക് പോകാനായിട്ട് കപ്പൽ കയറി. തൻ്റെ സീറ്റൊക്കെ കണ്ട് പിടിച്ച് സ്വസ്ഥമായിട്ടിരുന്നു. എന്നെ നടത്തിപ്പല്ലേ? ദൈവം അങ്ങോട്ട് പോകാൻ പറഞ്ഞെങ്കിലും പോർട്ട് ചെന്നപ്പോൾ തന്നെ ഒരു തിക്കും തിരക്കും ഇല്ലാതെ ടിക്കറ്റും കിട്ടി, വിസയും കിട്ടി, എല്ലാം കിട്ടി, റെഡിയായി. എന്തൊരു ദൈവത്തിൻ്റെ നടത്തിപ്പാ! ഉടനെ തന്നെ തർശീശിലേക്കുള്ള കപ്പൽ കിട്ടിയില്ലേ? എന്ത് ഈസി ആയിട്ട് കാര്യം നടക്കുന്നു എന്നുള്ള തോന്നൽ നമുക്ക് വരാം. നിങ്ങൾ യോന എന്ന പ്രവാചകനെ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. കാര്യം ദൈവിക അരുളപ്പാടുകൾ കിട്ടുന്ന വ്യക്തിയാണ്. എന്നാൽ താനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ദൈവം പറഞ്ഞാൽ പോലും പുള്ളി മാറ്റുകയല്ല. പറഞ്ഞു മനസ്സിലായോ? സ്റ്റബൺ, വളരെ സ്റ്റബണാണ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നുള്ള തരത്തിലുള്ള വാശിയാണ്. പ്രിയ ദൈവ പൈതലേ, നമ്മിൽ ആ സ്വഭാവമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന് ഹൃദയത്തോട് സംസാരിച്ചാൽ അത് മാറ്റുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. കർത്താവ് അങ്ങ് പറയുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും
അനുസരിക്കാം എന്ന മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യോനായ്ക്ക് കപ്പൽ വളരെ സുരക്ഷിതമായിട്ട് തോന്നി. കപ്പൽ തർശീശിനെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം അനുഭവിച്ച മാനസിക ടെൻഷനും ഉറക്കമില്ലായ്മയും എല്ലാം കൊണ്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് പ്രവാചകൻ ഉറങ്ങുവാനായിട്ട് തുടങ്ങി. ദൈവത്തെ അനുസരിക്കാതെ പോയ പ്രവാചകൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അനുസരണക്കേട് കാണിക്കുമ്പോൾ ആദ്യം വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നുകയില്ല. യോന 1:4-5. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഉറക്കം കൂടിക്കഴിഞ്ഞാൽ കൂർക്കം വലി ഉണ്ടാവും അല്ലേ? അപ്പം കടലിൽ കൊടുങ്കാറ്റുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവവചനം അവിടെ എടുത്തു പറയുന്നു, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു. നോക്കുക, പ്രവാചകൻ ദൈവശബ്ദം ശ്രവിക്കാതെ കിടന്നുറങ്ങുന്നു, എന്നാൽ പ്രകൃതി ദൈവശബ്ദം അനുസരിക്കുന്നു. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കാറ്റും കോളും ഉണ്ടായി. പടക് മുങ്ങാറായപ്പോൾ ശിഷ്യന്മാർ ഭയം നിലവിളിച്ച് ഉറങ്ങുന്ന യേശുവിനെ വിളിച്ചുണർത്തി. യേശു കൽപ്പിച്ചു, കാറ്റേ ശാന്തമാക, കടലേ ശാന്തമാക. അത് സംഭവിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, നോക്കുക, കാറ്റും കടലും കൂടി ഇവൻ പറയുന്നതിനെ അനുസരിക്കുന്നു. ഇവിടെ നമുക്കൊരു കോൺട്രാസ്റ്റ് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്ന അതേ കർത്താവ് നിങ്ങൾ ദൈവിക കൽപ്പനയെ മറുതലിച്ച് നിൽക്കുമ്പോൾ കാറ്റിനെയും കോളിനെയും അടുപ്പിച്ച് നമ്മെ നേർവഴിക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ ആമേനൊന്നും കേൾക്കുന്നില്ല. കാരണം ഈ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് പറയുന്നത് കേട്ട് ന്യൂ ജനറേഷൻ വിശ്വാസികൾക്ക് കാറ്റും കോളും ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങ് ദഹിക്കുകയല്ല. മനസ്സിലായ? അങ്ങനെ സുഖമാണ്. ദൈവമെന്ന് പറഞ്ഞാൽ ATM കൗണ്ടർ പോലെ ലിസ്റ്റ് കൊടുക്കുക മേടിക്കുക, ലിസ്റ്റ് കൊടുക്കുക മേടിക്കുക. അങ്ങനെയൊന്നും അല്ല കേട്ടോ പ്രിയപ്പെട്ടവർ. ദൈവനം പഠിച്ചു കഴിഞ്ഞാൽ വലിയ കൊടുങ്കാറ്റടിച്ച് കപ്പൽ തകർന്നു പോകുന്നു തോന്നിയപ്പോൾ കപ്പൽക്കാർ അലറിക്കരയുവാൻ തുടങ്ങി. ഓരോരുത്തൻ അവരവരുടെ ദേവന്മാരെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ കപ്പലിലെ ചരക്കേറെ അവർ കടലിലെറിഞ്ഞു. എറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രോബ്ലം ആയിട്ടുള്ള പുള്ളി അവിടെ കിടന്ന് ഉറങ്ങുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടവനാണ് ഒരു ദൈവപൈതൽ. എന്നാൽ അനുസരണം കെട്ട പ്രവാചകൻ തൻ്റെ കൂടെയുള്ളവർക്കും കൂടെ നഷ്ടം വരുത്തി വയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്നാൽ ഈ സംഭവവികാസങ്ങളെല്ലാം നടക്കുമ്പോഴും യോനാ പ്രവാചകൻ ഒന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. ഒരിക്കലൊരു ചർച്ച് ഹാളിൻ്റെ അടുത്ത വീട്ടിലെ ആളുകൾ ആ ചർച്ചിൽ നിന്ന് ഭയങ്കര ബഹളമാണെന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. പ്രാർത്ഥനയുടെ ശബ്ദം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ അയൽവക്കക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. നല്ല അയൽവക്കക്കാരാണ് കേട്ടോ. അപ്പോൾ പോലീസ് എൻക്വയറിക്കായിട്ട് ആരാധന നടക്കുന്ന സമയം ചർച്ച് ഹാളിൽ വന്നു. പോലീസുകാരനകത്ത് വന്ന് ചർച്ച് ഹാളിൽ ആരാധനയിലൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത വീട്ടുകാരൻ്റെ അടുക്ക് ചെന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി അയാളുടെ നേരെ. ഈ ഇവിടുത്തെ ശല്യം കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തത്? നിങ്ങളാണോ കംപ്ലൈൻറ്റ് ചെയ്തത്? അതേന്ന് പറഞ്ഞു. അതെ, ഞാനാണ് കംപ്ലൈൻറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് എത്ര പേര് സുഖമായിട്ട് ഇപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ട് പോന്നു എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ ഇവിടുത്തെ സഭയിലെ ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞു, വേറെ സഭയിൽ കേട്ടോ, ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞു. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വളരെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്തായാലും യോനാ പ്രവാചകനും ഈ ബഹളത്തിൻ്റെ ഇടയിലും സുഖമായിട്ട് കിടന്നു ഉറങ്ങുക. ഇതുപോലല്ലേ പലപ്പോഴും ദൈവമക്കൾ ദൈവശബ്ദം അനുസരിക്കാതെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുന്നു. യോനായ്ക്ക് ലഭിച്ചതുപോലെ ഒരു കൽപ്പന എല്ലാ ദൈവമക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഗോ ആൻഡ് പ്രീച്ച്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഗോ ആൻഡ് പ്രീച്ച്. പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഗോ ആൻഡ് പ്രീച്ച്. അത് ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞേ, ഗോ ആൻഡ് പ്രീച്ച്. ഗോ ആൻഡ് പ്രീച്ച്. ഹല്ലേലൂയ. പോയി സുവിശേഷം അറിയിക്കുക.
അത് കേട്ടിട്ട് മനസ്സില്ലാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പേര് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നു. ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് ഇടപെടും. ഇത് ചെയ്യണം, ഇത് ചെയ്യണ്ട എന്നൊക്കെ നമ്മളോട് സംസാരിക്കും. എന്നാൽ ദൈവശബ്ദം വകവയ്ക്കാതെ നമ്മൾ ഓടിപ്പോയി ഉറങ്ങാറില്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ പ്രിയ ദൈവത്തിലെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി അനുസരണക്കേട് കാണിച്ച് ഉറങ്ങുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യർ 5:14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. യോന 1:6-7 കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അനന്തരം അവൻ, വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. പ്രിയപ്പെട്ടവരെ, എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കേ. കപ്പൽ പ്രമാണി പ്രവാചകനെ വിളിച്ചു നിർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ട പ്രവാചകനോട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തെ അറിയാത്ത ഒരാൾ ആവശ്യപ്പെടുന്നു. ഒരു ദിവസം രാവിലെ ഒരു അമ്മ മകൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, മോനെ ഒന്ന് എഴുന്നേക്കടാ, മോനെ എടാ കിടന്ന് ഉറങ്ങല്ലടാ, തിരിഞ്ഞേണോ, എടാ ഒന്ന് എഴുന്നേക്കടാ പ്ലീസ്, വെള്ളമൊക്കെ തളിച്ച്, എടാ ഇന്ന് ഞായറാഴ്ചയല്ല, എടാ ഇന്ന് ആരാധനയ്ക്ക് പോകണ്ടടാ, ഒന്ന് എഴുന്നേക്കടാ. ഔജുമാര്യം, എന്താ ഇത്ര നിർബന്ധം? എടാ നീയാടാ ചർച്ചിൻ്റെ പാസ്റ്റർ, അതുകൊണ്ട് നീ എഴുന്നേറ്റ് പോകണമെന്ന്. അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നാലത്തെ അവസ്ഥ, നീ ചർച്ചിൻ്റെ പാസ്റ്റർ ആയതുകൊണ്ട് നീ എഴുന്നേറ്റ് രാവിലെ ആരാധനയ്ക്ക് പോകണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നാൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ദൈവത്തെ അറിയാത്ത ഒരാൾ പ്രവാചകനോട് വന്നിട്ട് പറയുവാണ് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ കൊടുങ്കാറ്റ് അടങ്ങാതെ വന്നപ്പോൾ കപ്പലിലുള്ളവർ ചിന്തിക്കാൻ തുടങ്ങി, ആര് കാരണമാണോ ഇത് സംഭവിക്കുന്നത്? അവർ ചീട്ടിട്ട് നോക്കി, അത് യോനായ്ക്ക് വീണു. യോന 1:8-9 അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ചീട്ട് വീണ യോനെ പിടിച്ചെത്തി കപ്പൽക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. നീ ആരാ? ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്തോന്നാ എന്ന് ചോദിക്കാൻ തുടങ്ങി. യോന അവരോട് തുറന്നു പറയുന്നു, ഞാനൊരു എബ്രായനാണ്, കരയും കടലും സർവവും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നവനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ, ആരാധിച്ചാൽ മാത്രം പോരാ. ആ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത് അനുസരിക്കുകയും വേണം. ഹല്ലേലൂയ. യോന 1:10-11 ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. യോന കടലും കരയും സൃഷ്ടിച്ച ദൈവത്തെ ഭജിക്കുന്ന ഒരു എബ്രായൻ എന്ന് കേട്ടപ്പോൾ കപ്പലിലുള്ളവർ ഭയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കപ്പൽ യാത്രക്കാർ പോർട്ടുകൾ തോറും സഞ്ചരിക്കുന്നവരും പല രാജ്യങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണ്. ഒരുപക്ഷെ അവർ എബ്രായരുടെ ദൈവത്തെപ്പറ്റി അവർ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും? തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ മിസ്രൈമിൽ ബാധകൾ വരുത്തി ഫറവോനെ മുട്ടുമടക്കിച്ച ദൈവത്തെപ്പറ്റി അവർ കേട്ടിട്ടുണ്ട്. ചെങ്കടലിൽ വഴിയുണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. തൻ്റെ ജനത്തെ നടത്തിയ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. 40 വർഷം മരുഭൂമിയിൽ തൻ്റെ ജനത്തെ പരിപാലിച്ച സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണുമായിട്ട് തൻ്റെ ജനത്തെ നടത്തിയ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവർക്ക് കേട്ടിട്ടുണ്ട്. അവർക്ക് ഭക്ഷിപ്പാൻ മന്നയും കാടയുറച്ചിയും നൽകിയ യോർദാൻ നദിയെ വിഭജിച്ച യെരിഹോ മതിൽ വീഴ്ത്തിയ എബ്രായരുടെ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടാവും. ഈ ദൈവത്തെ പോലെ മറ്റൊന്നുണ്ടോ? ഹല്ലേലൂയ. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേ. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി,
അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മനുജനായി ഭൂവിൽ വന്നു പിറന്നു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനാ, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ വന്നു പിറന്നു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യദൈവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെ, കരയും കടലും സൃഷ്ടിച്ച ദൈവത്തെ ഭജിച്ച എബ്രായ, നീ എന്തിന് ഈ അനുസരണക്കേട് കാണിച്ചു എന്ന് കപ്പൽക്കാർ അവനോട് ചോദിച്ചു. ഇനി കടൽ ശാന്തമാകുവാനായിട്ട് ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? ഈ ഭീകരാന്തരീക്ഷത്തിൽ അവർ യോനായോട് നിലവിളിച്ച് ചോദിച്ചു. ദൈവത്തെ ആരാധിക്കുന്ന ഈ എബ്രായനെ ശിക്ഷിക്കുവാൻ കപ്പൽ പ്രമാണിക്ക് ഭയമായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് യോനയോട് അങ്ങോട്ട് ചോദിക്കുക. യോന എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണെന്ന് മറ്റെല്ലാവരെക്കാളും നന്നായിട്ട് യോനയ്ക്ക് അറിയാം. യോന ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ തെറ്റിപ്പോയി. കർത്താവ്, അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, ആ കാറ്റ് അവിടെ ശാന്തമായനെ. കർത്താവ്, അങ്ങ് പറയുന്ന വാക്ക് ഞാൻ അനുസരിക്കാമെന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ആ കാറ്റ് അവിടെ ശാന്തമായനെ. എന്നാൽ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അനുസരിക്കുവാൻ തയ്യാറാകുവാൻ, നിനവേക്കാരോട് പ്രസംഗിക്കാൻ യോന അപ്പോഴും തയ്യാറല്ലായിരുന്നു. യോന 1:12 മുതൽ 14 വരെ അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചുവെങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ.
നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യോന തന്നെ കൊടുങ്കാറ്റടങ്ങുവാനുള്ള വഴി പറഞ്ഞു. എന്നെ കടലിലേക്ക് എറിഞ്ഞു. എന്നാലും അത് ചെയ്യുവാൻ അവർക്ക് മനസ്സ് വന്നില്ല. എങ്ങനെയെങ്കിലും മുറുകെ ആ തണ്ട് വലിച്ച് കപ്പലൊരു കരയടുപ്പിച്ചാൽ യോനയെ അവിടെ എങ്ങനെ ഇറക്കി വിടാം എന്നവർ ചിന്തിച്ചു. പക്ഷേ കോള് പെരുകിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യത്തെ തവണ അവനവൻ്റെ ദേവനോട് നിലവിളിച്ചവർ ഇത്തവണ ആരോട് നിലവിളിച്ചു എന്ന് 14-ാം വാക്യം ആദ്യം കാണാം. അവർ യഹോവയോട് നിലവിളിച്ചു. ഹല്ലേലൂയ. അന്യജാതിക്കാർ യഹോവയോട് നിലവിളിച്ചിട്ടും അതിന് തയ്യാറാകാതെ തൊട്ടടുത്ത യോനാ പ്രവാചകൻ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ദൈവമാണെങ്കിലും ശരി ചെയ്യില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ശിക്ഷ, ഒരു ബാലശിക്ഷ നമ്മൾ നൽകും. അതവരെ നശിപ്പിക്കാനാണോ? അല്ല, അവരെ കറക്റ്റ് ചെയ്യാനാണ്. അതവരെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം യോനാ പ്രവാചകനെ സ്നേഹിച്ചു. യോന യഥാസ്ഥാനപ്പെടണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിച്ചു. ആദ്യം ദൈവം ഒരു കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ, ഇടപെടുമ്പോൾ തന്നെ അനുസരിക്കുക. അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ പിടി വരും. അതിൽ തിരിച്ചറിഞ്ഞ് വേഗം യഥാസ്ഥാനത്താകണം. അതിനും തയ്യാറല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടി കിട്ടും. അപ്പോഴെങ്കിലും നമ്മൾ തിരിഞ്ഞോണം. യോന 1:15 പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് തർസോസിലേക്ക് ടിക്കറ്റ് എടുത്ത പ്രവാചകൻ ടിക്കറ്റ് എടുക്കാത്ത ഒരു യാത്രയ്ക്ക് കടലിലേക്ക് പോകുന്നു. ടിക്കറ്റ് എടുത്ത് പോയവൻ ടിക്കറ്റ് ഇല്ലാതെ ഫ്രീ ടിക്കറ്റിൽ കടലിലേക്ക് പോകുന്നു. യോന 1:16 അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ ഒഴിവാക്കിയപ്പോൾ പിടിച്ചു കെട്ടിയതുപോലെ കാറ്റ് നിലച്ചു. സമുദ്രം ശാന്തമായി. കപ്പൽക്കാർ ഇത് കണ്ട് യഹോവയെ ഭയപ്പെട്ടു, യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. നിനവയിൽ പോകാൻ തയ്യാറാകാത്ത യോന ഒരു വിധത്തിൽ പറഞ്ഞാൽ കപ്പൽക്കാരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ കാരണമായിട്ട് തീർന്നു. അനുസരണക്കേട് കാണിച്ചാലും പ്രവാചകനല്ലേ? രാജ്യാന്തര തലത്തിൽ പൂച്ചകൾ തമ്മിലുള്ള മത്സരം നടക്കുകയാണ്. പൂച്ചകൾ തമ്മിലുള്ള ഭയങ്കര ഗുസ്തി മത്സരം നടക്കുകയാണ്. സൊമാലിയ എന്ന് പറയുന്ന പട്ടിണി രാജ്യത്തു നിന്നുള്ള പൂച്ചയും വന്നിട്ടുണ്ട് മത്സരത്തിന്. അമേരിക്കയുടെ പൂച്ച വന്നു, സൊമാലിയയിലെ പൂച്ചയുമായിട്ട് പിടിവീണു. പക്ഷേ അമേരിക്കയിലെ പൂച്ചയെ സൊമാലിയയിലെ പൂച്ച മലർത്തിയടിച്ചു. ജപ്പാനിലെ പൂച്ച ഗോദായിലിറങ്ങി, സൊമാലിയയിലെ പൂച്ച വന്നു, പിടുത്തം നടന്നു, അതിനെയും മലർത്തിയടിച്ചു. ക്രൗഡിനൊക്കെ ഭയങ്കര അത്ഭുതം. ഇതെന്ത് ഈ സൊമാലിയയിലെ പൂച്ച ഇതിനെല്ലാം മടങ്ങി. ചൈനയിലെ പൂച്ച വന്നു, അതിനെ മലത്തിയടിച്ചു. ഇന്ത്യയിലെ പൂച്ച വന്നു, സൊമാലിയയിലെ പൂച്ച പൂച്ചെന്നും പറഞ്ഞു. ഇന്ത്യയിലെ പൂച്ച സൊമാലിയയിലെ പൂച്ചയുടെ അടുത്ത് അതെ, ഒരു സത്യം പറയണം എന്നോട്. എന്താണ് ഞങ്ങളെയൊക്കെ മലർത്തിയടിക്കുവാനുള്ള കാരണം? പൂച്ച 7 പാക്ക്, സൊമാലിയയിലെ പൂച്ച 7 പാക്ക് ബോഡിയൊക്കെ വിടുത്തിയിട്ട് പറഞ്ഞു, സത്യം പറയാം, രഹസ്യം ആരോടും പറയരുത്, ഞാൻ സൊമാലിയയിലെ പട്ടിണി കിടന്ന പുലിയാണ് എന്ന് പറഞ്ഞു. സൊമാലിയയിലെ പട്ടിണി കിടന്ന പുലിയാണെങ്കിലും പുലിയാ. പറഞ്ഞു മനസ്സിലായോ? തമ്പുരാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലും പ്രവാചകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യോനയെ നശിപ്പിക്കാനല്ല, യോനയെ യഥാസ്ഥാനപ്പെടുത്താനും വേഗത്തിൽ അനുസരിപ്പിക്കുവാനുമായിട്ടായിരുന്നു ദൈവിക പദ്ധതി. യോന 1:17 യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. തൻ്റെ പ്രവാചകനെക്കുറിച്ച് കരുതലുള്ള ദൈവം ഒരു മഹാമത്സ്യത്തോട് കൽപ്പിച്ചു, എൻ്റെ ഒരു അനുസരണം കേട്ട ഒരു പ്രവാചകൻ കടലിലേക്ക് വീഴും, നീ കറക്റ്റ് അവിടെ ചെന്ന് വായും പൊളിച്ച് നിന്നോളണം, കറക്റ്റായിട്ട് വായുടെ അകത്ത് വന്ന് അവൻ ലാൻഡ് ചെയ്യും, അകത്ത് കൊണ്ട് അവനെ സെറ്റപ്പാക്കി വെച്ചേക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞു. മനസ്സിലായ? യോനാ പ്രവാചകൻ മാത്രം അനുസരിക്കുന്നില്ല, പക്ഷെ ദൈവം പറഞ്ഞതുപോലെ മഹാമത്സ്യം റെഡിയായി. ഹല്ലേലൂയ! കപ്പലുകാർ യോനയെ എറിഞ്ഞു. എന്നാൽ യോന ചെന്നത് കടലിൻ്റെ ആഴങ്ങളിലേക്കല്ല, മഹാമത്സ്യത്തിൻ്റെ വായിലേക്ക്. അത് സുഖമായി യോനയെ വിഴുങ്ങി. യോന 3 രാത്രി 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. എന്തിനാണ് ഈ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ യോനയെ ദൈവം ഇട്ടത്?
യോനയെ കരുതേണ്ടതിന്, വേഗത്തിൽ നിനവയിൽ എത്തിക്കേണ്ടതിന് ഒരു അന്തർവാഹിനി, ഒരു കപ്പല്, ഒരു സബ്മറൈൻ പോലെ ദൈവം മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി, ടിക്കറ്റില്ലാതെ ഫാസ്റ്റായിട്ട്, അല്ലേ? കാരണം യോപ്പയിൽ നിന്ന് 550 മൈൽ അപ്പുറമാണ് നിനവേ. ഇത് 2500 മൈൽ ഇപ്പോഴാണ് തർശീശ്. അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് ഫാസ്റ്റായിട്ട് നിനവയിൽ എത്തിക്കണം. യോന 3 രാത്രിയും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഇതൊക്കെ നിങ്ങളൊക്കെ ഇപ്പോഴും ഈ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന കാര്യം നിങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ബില്ലി ഗ്രഹാം അതിന് മറുപടി പറഞ്ഞു, മഹാമത്സ്യം യോനയെ വിഴുങ്ങിയെന്നല്ല, ഇനി യോന മഹാമത്സ്യത്തെ വിഴുങ്ങിയെന്ന് വേദപുസ്തകമാണ് പറയുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തൻ്റെ വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇന്ന് നിലനിർത്തുന്ന സർവശക്തനായ ദൈവത്തിന്, എൽ ശദ്ദായിക്ക് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. മത്തായി 12:40 യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് യേശു പറഞ്ഞു. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് വേദപുസ്തകം പറയുന്ന നടന്ന സംഭവങ്ങളാണ്. ഏത് ടൈപ്പ് മത്സ്യമാണ് യോനയെ വിഴുങ്ങിയതെന്ന് പറയുന്നില്ല. വെയിൽ ഷാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ചില വലിയ തിമിംഗലങ്ങൾക്ക് തുല്യമായിട്ടുള്ള 70 അടിയിലേറെ നീളവും 50 ടണ്ണിലധികവും തൂക്കവുമുണ്ട് എന്ന് പറയുന്നു. 2-3 ആളുകളെ ഏതാനും ദിവസം അവയുടെ ആമാശയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് അതിന് കഴിയും. ഈ ആമാശയത്തിൻ്റെ ആദ്യ അറകൾ വായു നിറഞ്ഞതും കൊഴുകൊഴുത്ത ദ്രാവകമുള്ളതുമാണ്. ഇഷ്ടമില്ലാത്ത ഇരകളെ പിന്നീട് വേണമെങ്കിൽ അവർക്ക് ഛർദ്ദിച്ച് പുറത്ത് കളയാനും ഇവർക്ക് സംവിധാനമുണ്ട്. ഭയങ്കര സെറ്റപ്പിലാണ് തമ്പുരാൻ ഇതിനെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ദൈവമായിട്ട് ക്രമീകരിക്കുമ്പോൾ അത് ഭംഗിയായിട്ടും സുരക്ഷിതമായിട്ടും തന്നെ ചെയ്യും. യോന 2:1-2 യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. 2-ാം അധ്യായം മുഴുവൻ യോനയുടെ മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ടിക്കറ്റ് എടുത്തുള്ള കപ്പൽ യാത്രയിൽ യോന ഉറങ്ങുകയായിരുന്നെങ്കിൽ ടിക്കറ്റ് ഇല്ലാതെയുള്ള ഈ ഫ്രീ യാത്രയിൽ യോന ഉറങ്ങിയില്ല. അത് യോനയുടെ പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും കാരണമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. മഹാമത്സ്യത്തിൻ്റെ ആമാശയത്തിലെ ചൂടും ഇരുട്ടും യോനയെ ഉറങ്ങാനല്ല, മാനസാന്തരത്തിന് പ്രേരിപ്പിച്ചു. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ പ്രാർത്ഥനയ്ക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും നല്ല സമയമാണെന്നുള്ളത് മറന്നു പോകരുത്. എല്ലാ കഷ്ടതകളും ബാലശിക്ഷയല്ല, ചിലത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. എന്നാൽ നാം അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ കിട്ടുന്ന ചെറിയ ശിക്ഷകൾ നാം തിരിച്ചറിയുകയും യഥാസ്ഥാനപ്പെടുകയും ചെയ്യണം. ചില നാളുകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാൾ, അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് 2-3 പേരോടുകൂടെ അവർ ഒരുമിച്ച് ജയിലിൽ പോകുവാനായിട്ടിടയായി. സബ് ജയിലിൽ അവർ 2-3 പേർ ഒരുമിച്ച് താമസിക്കുവാനായിട്ടിടയായി. എന്നാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ വേദപുസ്തകം വായിക്കില്ലായിരുന്നു, പ്രാർത്ഥിക്കില്ലായിരുന്നു. എന്നാൽ 10-14 ദിവസം സബ് ജയിലിൽ കിടന്നപ്പോൾ വേദപുസ്തകം ഞാൻ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ജീവിതത്തിലുണ്ടാകുന്ന ചില അവസരങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരു മ്യൂസീഷ്യനുണ്ട്. ആ മ്യൂസീഷ്യനോട് ഞാൻ പല പ്രാവശ്യം പറയുമായിരുന്നു, ഈ ഞായറാഴ്ച കിട്ടുന്ന കൊയർ വായിക്കാനൊക്കെ അവിടെ എവിടെയും കീബോർഡ് എടുത്തുകൊണ്ട് പോകല്ലേ, തമ്പുരാനെ ആരാധിക്കാനായിട്ട്. ഞായറാഴ്ച ആ കിട്ടുന്ന പൈസ വേണ്ടെന്ന് നീ തീരുമാനിക്കുക. ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി, എവിടെയെങ്കിലും പോയി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കുക. അന്നേരം കിട്ടുന്ന പൈസ വേണ്ടെന്ന് തീരുമാനിക്കും. പക്ഷെ പുള്ളി അനുസരിച്ചില്ല. ഒരു ഞായറാഴ്ച പുള്ളി ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വേറൊരു ചർച്ചിൽ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ ബെല്ല് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ആരാധന ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ തിരിച്ചു വിളിക്കുമ്പോൾ പുള്ളി ഒരു ആക്സിഡൻ്റായിട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്താണ് എന്നെ വിളിച്ചത് എന്നും മനസ്സിലായി. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പുള്ളിക്ക് മനസ്സിലാവും. പക്ഷേ മരണത്തിൻ്റെ വാതിക്കൽ നിന്ന് തമ്പുരാൻ അദ്ദേഹത്തെ വിടുവിച്ചു. ഞായറാഴ്ച ആരാധന മുടങ്ങുന്നവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. സെറ്റ് യുവർ റൈറ്റ് പ്രയോറിറ്റീസ്. ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ രാജാവ് ഞായറാഴ്ച അത് പറപ്പിക്കുന്നത് കാണുവാനായിട്ട് വന്നപ്പോൾ അവർ രാജാവിനോട് പറഞ്ഞു, തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെറ്റ് യുവർ പ്രയോറിറ്റീസ്, സെറ്റ് യുവർ പ്രയോറിറ്റീസ്. ആ സഹോദരൻ പിന്നെ എൻ്റെ അറിവിൽ
തമ്പുരാൻ ജീവൻ തിരിച്ചു കൊടുത്തേ പിന്നെ എൻ്റെ അറിവിൽ പിന്നെ ഞായറാഴ്ച കാശ് കിട്ടുമെന്നും പറഞ്ഞ് വേറെ കൊയറ് വായിക്കാൻ പോയിട്ടില്ല. അല്ലല്ലേ, വേറെ പള്ളികളിൽ പിന്നെ കൊയറ് വായിക്കാനായിട്ട് പുള്ളി പോയതായിട്ട് എനിക്ക് അറിവില്ല. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കണം. കാരണം പലരും പല സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ലോകത്തിൽ ആരും ഒരു നാളും ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കില്ല. തൻ്റെ പ്രാർത്ഥനയുടെ അവസാനം യോന പറയുന്നു 2:9, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. എവിടെ ഇരുന്നോണ്ടോ പറയണേ, ഞാൻ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അനുസരിക്കുവാൻ മനസ്സില്ലാതെ ദൈവസന്നിധി വിട്ടോടിയ യോന യഥാസ്ഥാനപ്പെട്ടു. യോന 2:10, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ടൈഗ്രീസ് നദിയുടെ തീരത്ത് യോന ഇരുന്ന ആ ഇരിപ്പ് നിങ്ങളൊന്ന് ഭാവന കണ്ട് നോക്കിക്കേ. മീനിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയ പോലെ ആയിരിക്കുമോ വന്നേക്കണേ. മീനിൻ്റെ അകത്തുള്ള സകല നൂലാമാലയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ വേറൊരു രൂപത്തിൽ തീരത്തോട് വന്നു തലയും കുത്തി വീണിട്ടുണ്ട്. കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് പുള്ളി നോക്കി കാണില്ല, പക്ഷേ പുള്ളി വെള്ളത്തിലിറങ്ങി കുളിച്ച് വൃത്തിയായിട്ടുണ്ട്. കാരണം മേത്തൊക്കെ ഒരുമാതിരി അലുവാപരുവത്തുള്ള സാധനമൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ മീനിൻ്റെ അകത്തുനിന്നുള്ളത്. ഞാൻ അകത്ത് പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മീനിൻ്റെ അകത്തെ സംഭവങ്ങൾ അറിയില്ല. എന്നാലും ഈ സയൻസ് പറയുന്ന രീതിയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രം. തലയിലും ദേഹത്തെ എല്ലാം മീനിൻ്റെ വയറ്റിലെ അഴുക്കും കടൽപ്പുല്ലും എല്ലാം ഉണ്ടായി കാണണം. യോന തൻ്റെ ശരീരമെല്ലാം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി. യോന 3:1-2, യഹോവയുടെ അരുളപ്പാട് 2ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. എൻ്റെ ദാസന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ലേ, അത് ഇനിയും വീണ്ടും അവനോട് പറയണ്ട എന്നൊന്നും ദൈവം വിചാരിച്ചില്ല കേട്ടോ. അതേ കാര്യം ദൈവം വീണ്ടും യോനയോട് ആവശ്യപ്പെട്ടു. നമുക്കിഷ്ടമില്ല എന്ന് വിചാരിച്ച് ദൈവവചനത്തിലെ ഒരു കാര്യത്തിനും ദൈവം വ്യത്യാസം വരുത്തുന്നില്ല. നാം അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും അത് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. യോന 3:3-4, അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ ഈ നിനവെ നശിച്ചു പോകും, ഈ 40 ദിവസം കഴിഞ്ഞാൽ ഈ നിനവെ നശിച്ചു പോകും പുള്ളി പറയാൻ തുടങ്ങി. ഇവിടെ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. യോന മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം, യോനെ നീ മാനസാന്തരപ്പെട്ട് നന്നായി, ഇനി നീ വീട്ടിൽ പോയി ചുമ്മാ ഇരുന്നോട്ടോ, പ്രവാചക ശുശ്രൂഷയൊന്നും നീ ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും നമുക്കിവിടെ വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും യോനയെ ഒരു പ്രവാചകനായിട്ട് തന്നെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ചു പോയെങ്കിലും തിരികെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ തന്നെ മാനിക്കുന്നു. 3 വട്ടം തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും കർത്താവ് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു. നാമായിരുന്നു ദൈവത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഡിസ്ക്വാളിഫൈ ചെയ്ത് ലേബലൊട്ടിച്ച് യോനായെ നമ്മൾ പിന്നെ മാറ്റി നിർത്തും. എന്നാൽ തിരിച്ചു വരുവാൻ തയ്യാറായപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനായ ശേഷം എത്രയോ തവണ നമ്മൾ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. എത്രയോ തവണ അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു. എന്നാൽ വീണ്ടും യഥാസ്ഥാനപ്പെട്ട് നിലനിൽക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ കൃപയോർത്ത് നമുക്ക് നന്ദി പറയാം. കാരണം അവൻ കരുണയും കൃപയും നിറഞ്ഞവനല്ലോ, മഹാദയയുമുള്ളവൻ. അവൻ കരുണയും കൃപയും നിറഞ്ഞവനല്ലോ, മഹാദയയുമുള്ളവൻ. മഹാദയയും ഉള്ളവൻ. യോനയുടെ പ്രസംഗം വിചാരിച്ചതിലും വലിയ ഒരു റിസൾട്ടാണ് നിനവെ പട്ടണത്തിൽ ഉണ്ടാക്കിയത്. യോന 3:5-6, എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. ഹല്ലേലൂയ. 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. യോന നടന്നു വിളിച്ചു പറയാ, 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. എന്ത് സംഭവിച്ചു? ദൈവത്തിൽ അവർ വിശ്വസിച്ചിട്ട് ഒരു ഉപവാസം പ്രഖ്യാപനം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു, രാജവസ്ത്രം നീക്കി വെച്ചു, രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. ഹല്ലേലൂയ.
ഏറ്റവും വലിയൊരു മാനസാന്തരം നിനവയിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിനവയിലെ ജനവും രാജാവും ഒരുപോലെ മാനസാന്തരപ്പെട്ട് ദൈവത്തോടെ കരുണയ്ക്കായിട്ട് യാചിച്ചു. രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രത്യേകത അറിയോ? മനുഷ്യർ മാത്രമല്ല, ആ രാജ്യത്തെ മൃഗങ്ങളും ഉപവസിക്കണം എന്ന് കൽപ്പന വന്നു. ഓരോരുത്തൻ ദുർമാർഗം വിട്ടുതിരിയണം, കൈക്കലുള്ള സാഹസം വിട്ട് മനം തിരിയണം എന്ന് രാജാവ് കൽപ്പനയിട്ടു. യോന 3:10 ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം സഹതപിച്ചു, അത് വരുത്തിയതുമില്ല. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ എന്ത് കണ്ടപ്പോഴാ? അവരുടെ പ്രവർത്തികളാൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരുത്തൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തികളാൽ വെളിപ്പെട്ടു വരണം. ഐ ആം സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഐ ആം ജസ്റ്റിഫൈഡ്, ഞാൻ നീതീകരിക്കപ്പെട്ടു. ഐ ആം റൈച്ചസ്, ഞാൻ നീതിമാനാണ്. എനിക്ക് വേണ്ടി യേശുവും സകലതും ചെയ്തു. പൂർത്തീകരിക്കപ്പെട്ട സകലതും എനിക്ക് വേണ്ടി യേശു ചെയ്തു എന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ പോരാ. വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി തലവേദനയായി ജീവിക്കുന്നതല്ല ഇതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ, റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ആക്ഷൻ. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ആക്ഷൻ. ഇങ്ങനെ പോയിരുന്ന ഒരാൾ 180 ഡിഗ്രി തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ. മനോഭാവത്തിലും പ്രവൃത്തിയിലും മാനസാന്തരം ഉണ്ടായാൽ അത് പ്രവർത്തികളിലൂടെ വെളിപ്പെട്ടു വരണം. 4-ാം അധ്യായം യോനയുടെ പ്രതികരണമാണ്. ദൈവം നിനവേക്ക് ശിക്ഷ കൊടുക്കാഞ്ഞപ്പോൾ യോനാക്ക് കോപമായി. ഞാൻ പറഞ്ഞതുപോലെ 40 ദിവസം കൊണ്ട് ഇവർ എന്തുകൊണ്ട് നശിച്ചില്ല? അത് ശരി, എൻ്റെ വാക്ക് വെറുതെ ആയില്ല. ഇതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ആദ്യം നിനവേക്ക് പോകാഞ്ഞത് എന്ന് യോന ദേഷ്യപ്പെട്ടു. യോനയുടെ പ്രവൃത്തി യോന 4:3-4-5 വായിക്കാം. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? പ്രവാചകൻ പറയാം, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാണ്. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്തിരുന്ന് അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. കുടിലുണ്ടാക്കിയ ഇന്നത്തെ പാർട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര മാളികമാണ് അതിന്. ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുമോ എന്ന് കാണാൻ യോന കുടിലിരുന്ന് നോക്കിയാണ്. യോനയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ, താൻ വെറുത്തിരുന്ന നിനവേലെ ജനങ്ങളോട് ഒരു കരുണയും യോനയ്ക്ക് തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ കരുണയും കൃപയും ലഭിച്ചവരെങ്കിൽ മറ്റുള്ളവരോടും അതേ മനോഭാവം നമുക്കുണ്ടാകണം. ആരും നശിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാകരുത്. അവൻ അനുഭവിക്കും അല്ലെങ്കിൽ അവൾ അനുഭവിക്കും എന്ന വാക്ക് നമ്മൾ പറയരുത്. നമുക്ക് കൃപ ലഭിച്ചെങ്കിൽ മറ്റുള്ളവർക്കും കൃപ ലഭിക്കണം എന്നാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന. എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. യോനയുടെ കുടിൽ ചൂടിൽ കരിഞ്ഞുപോയി. കുടില് യോന 4:6. യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവനു മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ യോനയ്ക്ക് തണലേകാനായിട്ടൊരു വലിയ ആവണക്ക് ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു വലുതായി അവന് തണലായി കുടിലിനെ മൂടി നിൽക്കുവാനായിട്ട് ദൈവം സംഗതിയാക്കി. പ്രവാചകന് സന്തോഷമായി. നല്ല തണൽ. അവിടെ ഇരുന്ന് നോക്കിയാണ് നിനവേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. യോന 4:7. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. യോനയ്ക്ക് തണലായി നിന്ന ആവണക്കിനെ ദൈവം കൽപ്പിച്ചപ്പോൾ പുഴു കുത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന കൊടുങ്കാറ്റിനെ നമുക്ക് കാണാം. ദൈവത്തെ അനുസരിക്കുന്ന മഹാമത്സ്യത്തെ നമുക്ക് കാണാം. ദൈവത്തെ അനുസരിക്കുന്ന ആവണക്കിനെ നമുക്ക് കാണാം. ദൈവത്തെ അനുസരിക്കുന്ന പുഴുവിനെ നമുക്ക് കാണാം. ദൈവത്തെ അനുസരിക്കുന്ന കിഴക്കൻ കാറ്റിനെ നമുക്ക് കാണാം. എന്നാൽ വീണ്ടും വീണ്ടും മറുതലിക്കുന്ന യോന എന്ന പ്രവാചകനെ കാണാം. കാരണം പ്രസംഗിച്ചെങ്കിലും നിനവേക്കാരോടുള്ള യോനയുടെ മനോഭാവം മാറിയിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് യോനയുടെ മനോഭാവം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം ചെയ്തു. പുഴുകുത്തിയ ആവണക്ക് വാടി വീണ്ടും സൂര്യനുദിച്ചപ്പോൾ ദൈവം അതിഭയങ്കര ചൂടുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. അതിൻ്റെ ചൂട് തലയിൽ വന്നപ്പോൾ
യോന ക്ഷീണിച്ചു പോയി. യോനയ്ക്ക് മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. യോനയ്ക്ക് ദേഷ്യമായി. ദൈവം യോനയോട് ചോദിച്ചു, നീ കോപിക്കുന്നത് ശരിയാണോ? യോനയുടെ മറുപടി, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്നായിരുന്നു യോനയുടെ മറുപടി. എന്നാൽ യോനയുടെ മനോഭാവത്തെ മാറ്റിമറിച്ച മറുപടി ദൈവം നൽകി. യോന 4:10-11. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യർക്കും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോടെ എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് സർവശക്തനായ ദൈവം ചോദിച്ചു. എത്ര ഹൃദയസ്പർശിയായ ചോദ്യമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ്, കരുണ, ഇതെല്ലാം യോന ആ ചോദ്യത്തോടെ തീർച്ചയായും ഉൾക്കൊണ്ട് കാണും. തൻ്റെ ജീവിതത്തിലെ സംഭവമെല്ലാം രേഖപ്പെടുത്തി എങ്ങനെ അനുസരണക്കേട് കാണിച്ച തന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, യോനയെക്കുറിച്ച് പറയുമ്പോൾ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, അനുസരണക്കേട് കാണിച്ചെങ്കിലും ഒരു മിഷണറിയായി ജാതികളുടെ ഇടയിൽ പോയ ആദ്യ വ്യക്തിയാണ് യോന. ഏറ്റവും വലിയ ഒരു ഉണർവിന് മുഖാന്തരമായ വ്യക്തിയാണ് യോന. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുമെന്നൊരു തീരുമാനം നമുക്ക് ഈ പകലെടുക്കാം. കർത്താവ് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്നൊരു തീരുമാനം നമുക്കെടുക്കാം. സുവിശേഷവുമായിട്ട് സകല ജാതികളുടെ അടുക്കലേക്കും ഞാൻ പോകും. എൻ്റെ മുമ്പിൽ വരുന്നവരോട്, വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും മടി കൂടാതെ എനിക്കറിയാവുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പങ്കുവെക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവവചനത്തിലൂടെ അനുസരിക്കാൻ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുമെന്ന് തീരുമാനിക്കുക. കർത്താവ് തിരുത്തുവാൻ പറയുന്ന കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ട് അനുസരിക്കുമെന്ന തീരുമാനത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். நீர் நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர். மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். இயேசு புயல் காற்றை படைத்தவரே, உங்க குறிக்குள்ள இருப்பவரே, மொத்த உலகத்தை ஆள்பவரே, எங்கள் இதயத்தில் வாழ்பவரே. இயேசு புயல் காற்றை படைத்தவரே, உங்க குறிக்குள்ள இருப்பவரே, மொத்த உலகத்தை ஆள்பவரே, எங்கள் இதயத்தில் வாழ்பவரே. நீர் நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர். மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். நீர் நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர். மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர். எலோஹீம் என்னை காண்பவரே, எல் ஷடாய் சர்வ வல்லவரே. எலோஹீம் எங்கும் உள்ளவரே, யேசுவா குட்டியானவரே. எலோஹீம் என்னை காண்பவரே, எல் ஷடாய் சர்வ வல்லவரே. எலோஹீம் எங்கும் உள்ளவரே, யேசுவா குட்டியானவரே. கரங்களை உயர்த்தி ஸ்துதிகளை செலுத்தி உயிர்களை எழுப்பி உன்னை ஆராதிக்கின்றோம். வாத்தியங்கள் பாடி ஆட்டங்கள் ஆடி தேகங்கள் தேடி உன்னை ஆராதிக்கின்றோம். நீர் நீரே பெரியவர், நீர் ஒருவர் நீரே பெரியவர். மிகவும் மிகவும் பெரியவர், நீர் மிகவும் பெரியவர்.
Please be seated. Hallelujah.